ഹേ സിനിഫാൻസ്, അപ്പോൾ എല്ലാവർക്കും ഞാനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ആട് 3 എന്ന സിനിമയുടെ റിവ്യൂ ആണ് നോക്കുന്നത്. അപ്പോൾ സിനിമയെ പറ്റി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ആദ്യം നമുക്ക് ഡയറക്ടറിൻ്റെ പേര് തന്നെ പറയാം, മിഥുൻ മാനുവൽ തോമസ്. അപ്പോൾ അത്യാവശ്യം കൈയടി കൊടുക്കേണ്ട ഒരാൾ തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്തും ഇപ്പോൾ കോമഡി സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത ഇപ്പോൾ നമ്മുടെ സാഗറിൻ്റെ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലത്തെ ഒക്കെ പടം അല്ലാണ്ട് ഇതുപോലത്തെ ഒരു ഫണ്ട് റൈഡ് പരിപാടിയൊക്കെ ഒന്നും, അതായത് കോളേജ് പരിപാടി അല്ലാണ്ട് ഇതുപോലത്തെ ഒരു പടം ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വയലൻസിൻ്റെ പറയുകയൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഇതുപോലത്തെ ഒരു ജോണർ പിന്നെയും കൊണ്ടുവന്നതിന് നമ്മുടെ മിഥുൻ മാനുവൽ തോമസിൻ്റെ താങ്ക്സ്. പ്രത്യേകിച്ച് നമുക്ക് ആട് 3 ഫാൻസിന്, അതായത് ആടിൻ്റെ ഒരു ക്യാരക്ടേഴ്സിന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും പടം തീർച്ചയായിട്ടും കാണണം. കാരണം പാപ്പൻ്റെ പിള്ളേരും പഴയതുപോലെയാണ്. കാരണം എനിക്ക് തോന്നുന്നു അത്യാവശ്യം 9 അല്ലെങ്കിൽ ഒരു 7-6 വർഷമായി നമ്മുടെ ആട് 2 ഒക്കെ റിലീസ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇത്രയും ഗ്യാപ്പാണെങ്കിൽ പോലും ഒരൊറ്റൊരു ഫീല് പോലും തോന്നില്ല. കാരണം അതായത് ഞാൻ ഉദ്ദേശിച്ച് നമുക്ക് ക്യാരക്ടറിന് ഒരു ചേഞ്ച് ഇല്ല. അന്ന് അവിടെ നിർത്തി അതുപോലെ തന്നെയാണ് ആ ക്യാരക്ടേഴ്സ്, കുറേ മണ്ടന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അങ്ങനെ തന്നെ നമുക്ക് അവരെ പറയേണ്ടി വരും. അതായത് നമ്മുടെ കത്തനാറൊക്കെ അഭിനയിച്ച ഒരാൾ, അതായത് ജയസൂര്യ, ഇങ്ങനെ പിന്നെയും അത്ര ഒരു ഗ്യാപ്പ് എടുത്തെങ്കിൽ പോലും കിട്ടില്ല. അതേ സെയിം വൈബ്, ഒരു മാറ്റമില്ല ആ ക്യാരക്ടേഴ്സിന്. അതിനൊരു പ്രത്യേക കൈയടി ആ ടീമിനും പിന്നെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. പിന്നെ പുതിയതായിട്ട് വന്നത് നമ്മുടെ ഫുക്രുവാണ്. അത്യാവശ്യം സോഷ്യൽ മീഡിയ ഹെയ്റ്റ് നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫുക്രു അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഡയലോഗ്സ് ഒക്കെ ഭയങ്കര കുറവാണ്, എങ്കിലും ഉള്ള സംഭവങ്ങളൊക്കെ നൈസ് തന്നെയായിരുന്നു. ഇനി നമ്മുടെ മെയിൻ പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ കാവ്യ ഫിലിംസും പിന്നെ നമ്മുടെ ഫ്രൈഡേ ഫിലിംസാണ്. രണ്ടുപേരും നമുക്ക് മലയാളികൾക്ക് സംബന്ധിച്ച് അത്യാവശ്യം നല്ല കിടിലം പൈസയൊക്കെ മുടക്കിയുണ്ട്. അവർക്കത് വേർത്താണ്. നമ്മളും തിയേറ്ററിൽ പോയാൽ നമുക്ക് ആ ഒരു ഫീൽ ചെയ്യും. കാരണം കിടിലം മേക്കിംഗ് ആണ്, ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാ സീനും നമുക്ക് ഒരൊറ്റ സീൻ പോലും ഇതെന്താ ഇത്തിരി കൂടെ മെച്ചമാക്കായിരുന്നു എന്നുള്ള ഒരു വ്യൂസ് പരിപാടിയൊന്നുമില്ല. അത്യാവശ്യം നല്ല കിടിലം തന്നെയാണ് എല്ലാ വർക്കും. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ അങ്ങനെ ഒരു കിടിലം എന്നല്ല. ആ സിനിമ ഒരു കോമഡി ജോണറാണല്ലോ, സോ അതിനനുസരിച്ചുള്ള സെറ്റാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല കിടിലായിട്ട് തന്നെ ഉണ്ട്. പിന്നുള്ളത് പാപ്പനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ജയസൂര്യ നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ധർമ്മജനും ഡൂഡ്, ഇവർ രണ്ടുപേരാണ് എന്നെ ഞെട്ടിച്ചത്. കാരണം ധർമ്മജന്റെ കോമഡി അത്യാവശ്യം പുള്ളിയാണ് സ്കോർ ചെയ്തിരിക്കണം. പിന്നെ ഡ്യൂഡ് ഷാജി പാപ്പനെ കാലത്തിനും കൂടെ മേളിലേക്ക് വന്നോന്ന് വേണമെങ്കിൽ പറയാം. ഡ്യൂഡ് കിടിലായിട്ടുണ്ട്. പിന്നെ സിനിമ ഒരു ഐറ്റം സോങ് ഉണ്ട് നമ്മുടെ വേദിക ചെയ്ത്, അത്യാവശ്യം കിടിലം തന്നെയായിരുന്നു. പിന്നെ കുറേ സർപ്രൈസ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് പുതിയ ക്യാരക്ടേഴ്സ് ഒന്നല്ല, പഴയ ക്യാരക്ടേഴ്സ് തന്നെയാണ് അവർ ട്രെയിലറിലും മറ്റിതിലൊക്കെ ഒളിപ്പിച്ച് വെച്ചത്. അതെന്തിനും ഒളിപ്പിച്ച് വെച്ചതെന്ന് നമുക്ക് സിനിമയിൽ മനസ്സിലാവും. ഞാൻ കൂടുതൽ സ്പോയിലർ ആക്കുന്നില്ല, നിങ്ങൾ എന്തായാലും പോയി കാണാം. പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഒരൊറ്റൊരു ചോദിക്കാനുള്ളൂ, ആടെവിടെ പാപ്പാനെ? ആടെന്ന് പറയുന്ന സാധനം സിനിമയിലില്ല. കാരണം ഇപ്പം കേരള സ്റ്റോറിയിൽ കേരളയില്ല, അങ്ങനെയൊക്കെ പറയണ പോലെ ആട് 3 ആട് ഇല്ല. കാരണം ആട് 1-ലും 2-ലൊക്കെ ഉണ്ടായിരുന്നു. 1-ലാണ് മേജറായിട്ട് ആടിൻ്റെ ഒരു പരിപാടി. 2-ലും ഇത്തിരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇവിടെ എത്തിയപ്പോൾ ആടിനെ കാണാനില്ല. അവിടെ ഇവിടെയൊക്കെ ഒരു കുറച്ച് രൂപമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് അത് നമ്മുടെ മിഥുൻ മാനുവൽ പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അതിനൊരു എക്സ്പ്ലനേഷൻ തരേണ്ടതാണ്. കാരണം നമ്മുടെ ആടിനെ എവിടെയെങ്കിലുമൊക്കെ കാണിക്കാമായിരുന്നു, ഒരു പുല്ല് കഴിക്കണ രീതിയിലെങ്കിലും. അപ്പം ഞാനെന്തായാലും സിനിമയിൽ ആടിനെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ 4 ക്യാരക്ടേഴ്സും മിസ്സിങ് ആണ്. അതിൻ്റെ റീസൺസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ആൾക്കാർ നമ്മളെ വിട്ടുപോയി. പിന്നെ കുറച്ച് തിരക്കും മൂലമൊക്കെ ഉള്ള, പിന്നെ അവരായിട്ട് പിന്നെ കഥയായിട്ടുള്ള ലിങ്കുള്ള കുറച്ച് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻട്രോ പറയുകയാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിനും പല ഇൻട്രോ ഉണ്ട്. ഒരു ഇൻട്രോ നമ്മുടെ യൂട്യൂബിലൂടെ ഇട്ടുണ്ട്. പക്ഷെ ആ ഒരു ഇൻട്രോ കിടിലം തന്നെയായിരുന്നു. അത് ശരിക്കും തിയേറ്ററിൽ വേണ്ട ഒരു ഇൻട്രോ തന്നെ ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് സേവിയറിൻ്റെ ആണ്. നമ്മുടെ സാത്താൻ സേവിയറിൻ്റെ ഇൻട്രോ ഒരു ഇൻട്രോ തന്നെ ആയിരുന്നു. കിട്ടിയതിൽ ഒരു ബെസ്റ്റ് ഇൻട്രോ തന്നെ. പിന്നെ സാത്താൻ സേവിയർ അങ്ങനെ ഒരുപാടൊന്നുമില്ല. മിഥുൻ മാനുവൽ തോമസ് ഇങ്ങനെ കുറേ ഉണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു, പക്ഷെ അത്രയൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഡൂഡ് കുറേ റീ എൻട്രി പരിപാടി ഉണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ അതൊരു കിടിലൻ സാധനമാണ്. സിനിമയിൽ പീക്ക് മൊമെന്റുകൾ ഇങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഈ ലാഗ് ഉണ്ട് കുറച്ച്, അതായത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. ലാഗ് എന്ന് വെച്ചാൽ ഈ ബോറടി അങ്ങനെയല്ല സംഭവം. ഈ കഥ ബിൽഡപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ചെറിയൊരു നെഗറ്റീവ് അത് ഉണ്ട്. പിന്നെ ഒരു പുതിയൊരു എൻട്രി ഉണ്ട്, ആലിയ ഭവന്. ഒരു വിദേശത്തുള്ള ഒരാളാണ്, സ്റ്റണ്ട് ചെയ്യണ ഒരു വുമണാണ്. അത്യാവശ്യം നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് അങ്ങനെ ഒരുപാട് പെർഫോം ചെയ്തിട്ടില്ല, കിട്ടിയ സംഭവങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ആള് നല്ല കിടൽ തന്നെയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ കത്തി കയറിയിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് യാതൊരു ബോറിംഗ് ഇല്ല. സെക്കൻഡ് ഹാഫ് പീക്ക് എന്ന് പറയേണ്ടി വരും. ഭയങ്കര റിപ്പീറ്റുള്ള സംഭവമാണ്. എല്ലാവർക്കും അറിയണ പോലെ ടൈം ട്രാവൽ പരിപാടി തന്നെയാണ്. ഞാൻ ഒട്ടും സ്പോയിൽ ചെയ്യേണ്ട തന്നെ പറഞ്ഞുതരാം. കിടിലൻ സംഭവം. ടൈം ട്രാവൽ പരിപാടിയൊക്കെ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ നൈസ് തന്നെയാണ്.
പിന്നെ ഉള്ളത് ഇതൊരു നോം ലോജിക് ഒൺലി മാഡ്നസ് പരിപാടിയൊക്കെ പോലെ തന്നെയാണ്. കാരണം നമ്മുടെ ആട് 1-നെയും ആട് 2-നെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത്, കാരണം അത് നമ്മുടെ ചൈൽഡ്ഹുഡിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ്, അതായിട്ടൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി നിരാശ. കാരണം അതിൻ്റെ അത്രയും കോമഡി ഒന്നും എത്തിയിട്ടില്ലെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെയാണ്. അത്രയും കോമഡി ഒന്നും വന്നിട്ടില്ല. കോമഡീസൊക്കെ അത്യാവശ്യം ഉണ്ട്. സെക്കൻഡൊക്കെ ക്ലൈമാക്സ് സംഭവങ്ങളൊക്കെ നല്ല കോമഡിയൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഇത്തിരി കുറവാണ്. നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് ചിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കര ഉള്ളിൽ നിന്ന് ഒരു ചിരിയൊന്നും ഇതുവരെ എനിക്ക് വന്നില്ല. തൊട്ടടുത്തുള്ള ആൾക്കാർ ചിരിക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് ചെറുതായിട്ട് അങ്ങനെ ഒരു ചുമ്മാ ഒരു സ്മൈൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര പൊട്ടിച്ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടുതലും ധർമ്മജൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു അത്യാവശ്യം നൈസ്. പിന്നെ ഇവരുടെ മണ്ടത്തരങ്ങൾ തന്നെയാണ്, അത് തന്നെയാണ് ഇവരുടെ മെയിൻ ഹീറോയിസം. അത് എന്തായാലും ഹിറ്റ് ആയിട്ടുണ്ട്. ആ മണ്ടത്തര സംഭവങ്ങളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമുണ്ട്. അത് ഇന്നത്തെ കാലത്തും വിജയിപ്പിക്കണമെങ്കിൽ നല്ല, കാരണം ഒന്നെങ്കിൽ ക്രിഞ്ച് അങ്ങനത്തെ പരിപാടിയിലേക്കൊക്കെ പോവാം. അങ്ങനെയൊക്കെ ഒന്നും പോയിട്ടില്ല, നല്ല കിടിലൻ തന്നെയാണ്. പിന്നെ ഇവരുടെ ധൈര്യം സമ്മതിക്കണം, ദുരന്തർ 2-ന്റെ ഒപ്പമാണ് റിലീസ് ചെയ്തത്. അതെന്തായാലും നല്ലൊരു ധൈര്യം തന്നെയാണ്. അവർ കോൺഫിഡൻ്റ് ആയിരുന്നു അവരുടെ വർക്കിൽ, അത് നമുക്ക് 100% മനസ്സിലാവും സിനിമ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ സിനിമയുടെ ബീജിയം നമ്മുടെ ഷാൻ റഹ്മാൻ മ്യൂസിക്കലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മുടെ ഡോൺ വിൻസനാണ്. അപ്പോൾ അത്യാവശ്യം കിടിലൻ തന്നെയായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്ക്. പുതിയ മ്യൂസിക്കൊക്കെ ഉണ്ട്. പിന്നെ പഴയ ക്യാരക്ടേഴ്സിൻ്റെ റീ വർക്ക് ചെയ്ത കുറേ ബീജിയംസ് ഉണ്ട്. സെയിം ബീജിയം തന്നെ റീ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കിടിലൻ തന്നെയായിരുന്നു. തിയേറ്ററിൽ തന്നെ കാണണം. ആ ബീജിയം സംഭവങ്ങളൊക്കെ നൈസ് തന്നെയായിരുന്നു. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കണം. ഇപ്പോൾ റീ എൻട്രി സംഭവങ്ങളൊക്കെ. പിന്നെ 2 കാലങ്ങൾ മിക്സായിട്ട് കാണിക്കേണ്ട, അതാണ് ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ലാഗ് പോലെ എനിക്ക് തോന്നിച്ചത്. രണ്ടും മിക്സായിട്ട് കാണിച്ച അത്യാവശ്യം നല്ല കിടിലൻ തന്നെയാണ്. സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഇത്തിരി കൂടെ ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് ഇത്തിരി കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു നമുക്കങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ആ ഒരു ടൈം എടുക്കണമല്ലോ ഒരു വേൾഡിലേക്ക് കിടക്കാൻ. ഇനി നമുക്ക് സ്പോയിലറിലേക്ക് കിടക്കാം. അപ്പോൾ സിനിമ കണ്ടവരാണ് ഇത് കണ്ടോ, ബാക്കിയുള്ളവരെന്തായാലും നിർത്തിപ്പോയി കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പോയിലർ തന്നെ മാറും. ക്ലൈമാക്സിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയ്ക്ക് പീക്കിൽ വന്നൊരു ക്ലൈമാക്സ് പെട്ടെന്ന് ഞാൻ നിർത്തി കളഞ്ഞു. അതൊരു മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ അത്രയ്ക്ക് പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയിൽ 1 ഓഫ് ദ പീക്ക് സാധനമായിരുന്നു ക്ലൈമാക്സ്. കാരണം ആ ഒരു ടൈം ട്രാവൽ പരിപാടി ശരിക്കും കിടന്നത് അവിടെയാണ്. അതുവരെ നമ്മുടെ നോർമൽ സിനിമ ഒരു പഴയ കാലം കാണിക്കുന്നു, പുതിയത് ഇപ്പോൾ കങ്കുവയിലെ കാണിക്കണ പോലെ ഒരു പരിപാടിയാണ് കാണിച്ചത്. അത് കങ്കുവായിട്ട് കമ്പയർ ചെയ്യല്ല, അതായത് ആ ഒരു കങ്കുവ പഴയത് പുതിയത് അങ്ങനത്തെ പരിപാടിയാണല്ലോ. അപ്പോൾ അതുപോലെയാണ് ഇതിൽ കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ ഒരു ക്ലൈമാക്സ് എത്തുമ്പോഴാണല്ലോ ഈ ടൈം ട്രാവൽ പരിപാടിയൊക്കെ വരുന്നത്. അത് ആ പീക്കിലെത്തിയിട്ട് നിർത്തി കളഞ്ഞാൽ മോശമായി പോയി. ഇനിയിപ്പോൾ അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ഇനിയിപ്പോൾ കുറേ സമയം വേണ്ടേ. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകായിരുന്നെങ്കിൽ നൈസായിരുന്നു. ഒരു പെട്ടെന്ന് തന്നെ നിർത്തലായി പോയി. അത് മാത്രമാണ് എനിക്കൊരു നിരാശയായിട്ട് തോന്നിയത്. പിന്നെ സിനിമ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു അടുത്ത റിവ്യൂ ആയിട്ട് കാണാം.